ശ്രീ സി പി ജോൺ, ഈ ബജറ്റിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? പ്രധാനമായും തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് ഈ ജനപ്രിയമാകുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ കാണാനും കേൾക്കാനുമുള്ള സാധ്യതയുണ്ട്. ആ പ്രഖ്യാപനങ്ങൾക്കപ്പുറം രാജ്യത്തിൻ്റെ സാമ്പത്തിക സാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ ഇന്നെങ്ങനെയാണ്? വാസ്തവത്തിൽ ഇതൊരു ബജറ്റല്ല, ഫലത്തിൽ ഇതൊരു ഡിഫാക്റ്റോ ഒരു വോട്ടൺ അക്കൗണ്ടാണ്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലേക്കുള്ള ചെലവ് നടത്താനുള്ള ഇലക്ഷന് രാജ്യം പോകുമ്പോൾ അതിൻ്റെ ചെലവ് നടത്താനുള്ള ഒരു അംഗീകാരം ബജറ്റ് അല്ലെങ്കിൽ പിന്നെ പാർലമെൻറ്റ് നൽകണം, അതിനുള്ളൊരു രേഖയാണ്. പക്ഷേ ഇലക്ഷൻ വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള അവസരം ഒരു ഗവൺമെൻറ്റും പാഴാക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ട്രംപ് കാർഡ് ഈ ബജറ്റല്ല. ഈ നമ്മുടെ മോഡി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം UPA ഗവൺമെൻറ് പോലെയല്ല. അവരുടെ ട്രംപ് കാർഡ് അവരുടെ കമ്മ്യൂണൽ കാർഡാണ്. അപ്പോൾ ആ കാർഡ് അവർ കളിച്ചു കഴിഞ്ഞു. അവർ നമ്മുടെ ചീട്ടുകളിയുടെ ഭാഷയെ പറഞ്ഞാൽ അവർ ട്രംപിൻ്റെ ഗുലാൻ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും അതിലേക്ക് ഇട്ടോളാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ വാർത്ത എന്താണ്? ഇന്നത്തെ ഹെഡ്ലൈൻ ഗ്യാൻ വാബിയും കൂടെ അവർ ടച്ച് ചെയ്ത് കഴിഞ്ഞു, പൂജ തുടങ്ങി. അപ്പോൾ അതാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ബജറ്റ് എന്ന് പറയുന്നതിൽ അവർക്ക് ഇത്തവണ വലിയ ശ്രദ്ധയില്ല. ഇനി അതിൽ വലിയ സോപ്സ് അവർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഏറ്റിട്ടില്ല അത് എന്നുള്ള അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു ധാരണ വന്നതുകൊണ്ടും കൂടെ ആയിരിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസ്ക്കലായിട്ട് നോക്കുകയാണെങ്കിൽ അത്ര ശോഭനമായ സ്ഥിതിയല്ല കേന്ദ്രത്തിൻ്റെത്. ഇപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റാണല്ലോ ഇൻ്റർനാഷണലായിട്ട് ഓരോ രാജ്യങ്ങളുടെയും ധനകാര്യ ആരോഗ്യം വിലയിരുത്തുന്നത്, സാമ്പത്തികാരോഗ്യം മാത്രമല്ല. ആ ധനകാര്യ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന ഒരു സൂചിക നമുക്ക് പിന്നെ ബ്ലഡിൽ ഷുഗർ എത്രയുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ നോക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ വളരെ ഹൈയാണ്. അപ്പോൾ അതുകൊണ്ട് 5.8, 5.9 6 അടുത്തൊക്കെയാണ് നിൽക്കുന്നത്. നമ്മുടെ FRBM ആക്ട് എന്താണ് പറയുന്നത്? ഈ ബജറ്റിനെ സംബന്ധിച്ച ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി നിയമം, അത് ധനകാര്യ ഉത്തരവാദിത്വ നിയമം, അതാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന നിയമം. ആ നിയമം പറയുന്നത് നമ്മുടെ GDPയുടെ 3%-ലധികം ധനക്കമ്മി വരാൻ പാടില്ല. കടമല്ല, ധനക്കമ്മി വരാൻ പാടില്ല. വരവും ചെലവും, കടം വരവടക്കമുള്ള വരവ്, ആകെ ചെലവ്, ആ ചെലവും വരവും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ആകെ GDPയുടെ നമ്മുടെ സമ്പദ്ഘടനയെയും ഫിസ്ക്കൽ കാര്യങ്ങളെയും കൂട്ടിയിണക്കുന്നൊരു കാര്യമാണ്. അത് വരാൻ പാടില്ല. പക്ഷെ എത്രയാണ് വന്നിട്ടുള്ളത്? ഏതാണ്ട് 6% വന്നിട്ടുള്ളത്. സംസ്ഥാനങ്ങളത് 3% നിർത്തണമെന്ന് വാശി പിടിക്കുന്നുണ്ട് കേന്ദ്രം. തീർച്ചയായിട്ടും ഞാൻ ആ 3% എന്നുള്ളത് ഒരു കഷ്ടകാലത്തൊക്കെ 4% ആയതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സാമ്പത്തിക കാര്യ അല്ലെങ്കിൽ ധനകാര്യ വിദ്യാർത്ഥിയാണ്. പക്ഷേ കേരളം ഇപ്പോൾ ബാലഗോപാലൊക്കെ 3%-ലാണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയിട്ടുള്ളത്. ഇത്തവണ ബജറ്റ് നമുക്ക് 5-ാം തീയതി കാണാം. എന്തായാലും ശരി, കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഹെൽത്ത് അത്ര നല്ലതല്ല, ബാക്കിയൊക്കെ വാചകമടിയാണ്. പക്ഷേ അവർ ചെയ്തിട്ടുള്ളൊരു കാര്യം കാണാതിരുന്നുകൂടാ. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. റോഡ് NHAI ബജറ്റിന് പുറത്തുനിന്ന് ലോൺ എടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഈ മസാല ബോണ്ടൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അത് ബജറ്റിൽ വരില്ല. ബജറ്റിന് പുറത്തായതുകൊണ്ട് അവർ 1.5 ലക്ഷം കോടി രൂപ എക്സ്ട്രാ ബജറ്ററി ആയിട്ടുള്ള ഒരു വലിയ എക്സ്പെൻഡിച്ചർ ചെയ്തു. അതേപോലെ തന്നെ റെയിൽവേക്കും 1.5 ലക്ഷം കോടി രൂപ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ കൂടെ ചെയ്തു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് ഇൻ്റർനാഷണൽ സഹായങ്ങൾ അല്ലെങ്കിൽ കടം ലഭ്യമാണ്. രൂപയിൽ തന്നെ കടം കിട്ടുന്നുണ്ട്. പക്ഷേ ബജറ്റിൽ കൂടെ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, SC/ST ഡെവലപ്മെൻറ്റ്, അതിന് ലോകബാങ്കെന്നോ IMF-എന്നോ അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അത് ബജറ്റിൽ കൂടെ ചെയ്യേണ്ടതാണ്. ബജറ്റിൽ കൂടെ ചെയ്യുന്ന SC/STക്ക് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് 20% ബജറ്റിൻ്റെ നീക്കി വെച്ചിരുന്നു. അത് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു. ഇപ്പോൾ കേരളം 10%, 3%-ആണ്. കേരളത്തിലും SCP, TSP കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വിഷയമാണ്. എങ്കിൽ പോലും കേന്ദ്രത്തിൽ പ്ലാനേ ഇല്ല. അപ്പോൾ പ്ലാനില്ല, പ്രോജക്റ്റാണ്. അപ്പോൾ പ്രോജക്റ്റ് രാജിലേക്ക് അവർ പോയി. പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രോജക്റ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ലോൺ എടുത്തിട്ട് ബജറ്റിനെ തൊടാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷ്യധാന്യങ്ങൾ അവർ കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ തന്നെ
നമുക്ക് പ്രഖ്യാപിച്ച് വളരെ നന്നായി. പ്രഖ്യാപിക്കാതിരുന്നാൽ അതിനൊക്കെ ആളുകൾ പട്ടിണി കിടക്കും. ആളുകളുടെ ദാരിദ്ര്യം വളരെ ഉയർന്നതാണ് എന്ന യാഥാർത്ഥ്യവും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ള നല്ല കാര്യവും ഗവൺമെൻറ് ചെയ്തു. അതിൻ്റെ അർത്ഥം ആളുകൾ വിശന്ന് ഇരിക്കുകയാണ്. നമ്മുടെ ഹങ്കർ ഇൻഡെക്സ് താഴത്തേക്ക് പോയിരിക്കുകയാണ്. അൺഎംപ്ലോയ്മെൻറ്റ് എത്രയാണ്? 113 പോയിരിക്കുകയാണ്. ആകെ എത്ര കുറച്ച് ഏറ്റവും വലിയ രാജ്യങ്ങളാണ് ഏറ്റവും വലിയ രാജ്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും താഴത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ലോകം തന്നെ താഴത്തേക്ക് പോയി. ലോകത്തിൻ്റെ ഹങ്കർ ഇൻഡെക്സിനെ തന്നെ പിടിച്ച് താഴ്ത്തിയിരിക്കുകയാണ് ഇന്ത്യ. അങ്ങനെയല്ലേ പറയേണ്ടത്? അതേസമയം ഇപ്പോൾ മാലിദ്വീപിൽ ഹങ്കർ ഇൻഡെക്സ് കൂടിയുകൊണ്ട് ലോകത്തൊന്നും സംഭവിക്കില്ല. അവിടെ ആകെ 2 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹങ്കർ ഇൻഡെക്സ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 7 എന്നൊക്കെ നിന്ന് കയറി 8, 8.15, 9 എത്തുന്ന ഒരു സ്ഥിതിയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ.